ഹദീസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ലെസൺ 11 to 19. ഒന്ന്, താഴെ പറയുന്നവയിൽ ഷിർക്കിനോട് യോജിക്കുന്നത് ഏത്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ് ഷിർക്ക്. അള്ളാഹുവിൻ്റെ സത്തയിൽ മാത്രം പങ്കുചേർക്കലാണ് ഷിർക്ക്. അള്ളാഹുവിൻ്റെ സത്തയിലോ ഗുണങ്ങളിലോ അധികാരങ്ങളിലോ പങ്കുചേർക്കലാണ് ഷിർക്ക്. അള്ളാഹു പറഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിക്കലാണ് ഷിർക്ക്. ഉത്തരം: അള്ളാഹുവിൻ്റെ സത്തയിലോ ഗുണങ്ങളിലോ അധികാരത്തിലോ പങ്കുചേർക്കലാണ് ഷിർക്ക്. 2. ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥ ഏത്? തിന്മകൾ തടയാൻ സാധിച്ചില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കലാണ്. തിന്മ നാവുകൊണ്ട് തടയലാണ്. തിന്മ കൈകൊണ്ട് തടയലാണ്. തിന്മ ചെയ്യുന്നവനെ ഉപദേശിച്ച് മാറ്റലാണ്. ഉത്തരം എ. തിന്മകൾ തടയാൻ സാധിച്ചില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കലാണ്. 3. നോമ്പിനേക്കാളും നമസ്കാരത്തെക്കാളും ദാനത്തെക്കാളും ഉന്നത പദവി ലഭിക്കുന്ന കാര്യം എന്താണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? കച്ചവടം നടത്തൽ, തൊഴിലെടുക്കൽ, പരസ്പര ബന്ധങ്ങൾ നന്നാക്കൽ, ദിക്റുകൾ ചൊല്ലൽ. ഉത്തരം: പരസ്പര ബന്ധങ്ങൾ നന്നാക്കൽ. 4. മാരണക്രിയ, ആഭിചാരം എന്നീ അർത്ഥങ്ങളുള്ള പദമാണ് ഷിർക്ക്, സിഹ്ർ, സഹ്വ്, സഹഫ്. ഉത്തരം: സിഹ്ർ. 5. മൻ നഫസ അൻ മുഅ്മിൻ എന്നതിനോട് യോജിക്കുന്നത് ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖുർബത്തൻ മിൻ ഖുറബി ദുനിയ, വദാലിക അളഅഫുൽ ഈമാൻ, ഫഇൻ ലം യസ്തതി ഫബി ഖൽബിഹി. ഉത്തരം ബി. ഖുർബത്തൻ മിൻ ഖുറബി ദുനിയ. 6. വഴിയുടെ അവകാശങ്ങളിൽ പെടാത്തത് ഖുർആൻ ഓതുക, സലാമടക്കുക, കണ്ണുകൾ താഴ്ത്തുക, ഉപദ്രവം നീക്കുക. ഉത്തരം: ഖുർആൻ ഓതുക. ഖുർആൻ ഓതുക എന്നത് വഴിയുടെ അവകാശങ്ങളിൽ പെടാത്തതാണ്. 7. ഗള്ളുൽ ബസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശല്യം ഒഴിവാക്കുക, കണ്ണ് താഴ്ത്തുക, നന്മ കൽപ്പിക്കുക, തിന്മ തടയുക. ഉത്തരം ബി. കണ്ണ് താഴ്ത്തുക. ഗള്ളുൽ ബസർ, കണ്ണ് താഴ്ത്തുക. 8. ഇയ്യാക്കും വൽ ജുലൂസ ഫിത്തുറുഖാത്ത് എന്ന ഹദീസ് വാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? പള്ളി പരിപാലനം, വഴിയോരങ്ങളിൽ ഇരിക്കൽ, അള്ളാഹുവിൽ വരമേൽപ്പിക്കൽ, നാവിനെ നിയന്ത്രിക്കൽ. ഉത്തരം ബി. വഴിയോരങ്ങളിൽ ഇരിക്കൽ. 9. പക്ഷികൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത് പോലെ നിങ്ങൾക്കും ആഹാരം നൽകും ഈ ഹദീസ് വാക്യം എന്തിനെ സൂചിപ്പിക്കുന്നു? ഖിദ്മത്ത്, ഇബാദത്ത്, തദബ്ബുർ, തവക്കുൽ. ഉത്തരം ഡി. തവക്കുൽ. തവക്കുലിനെയാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. തഉദ്ദു ഹിമാസൻ വ തറൂഹു ബിതാന അർത്ഥമെന്ത്? നിറഞ്ഞ വയറുമായി പുറപ്പെടുന്നു, ഒട്ടിയ വയറുമായി തിരിച്ചു വരുന്നു. നിറഞ്ഞ വയറുമായി പുറപ്പെടുന്നു. ഒട്ടിയ വയറുമായി പുറപ്പെടുന്നു, നിറഞ്ഞ വയറുമായി തിരിച്ചു വരുന്നു. ഒട്ടിയ വയറുമായി തിരിച്ചു വരുന്നു. ഉത്തരം സി. ഒട്ടിയ വയറുമായി പുറപ്പെടുന്നു, നിറഞ്ഞ വയറുമായി തിരിച്ചു വരുന്നു. 11. വിചാരണ വേളയിൽ അള്ളാഹുവിനോട് പറയാൻ ഒരു ഉത്തരവും കണ്ടുവെക്കാതെ ഞാനൊരു വാക്കും പറയില്ല. ആരുടെ വാക്കുകളാണിത്? ഹസൻ ബസരി, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഇമാം ഗസാലി, ഹാത്തിമുൽ അസ്വമ്മ്. ഉത്തരം ഡി. ഹാത്തിമുൽ അസ്വമ്മിൻ്റെ വാക്കുകളാണിത്. 12. അപവാദ പ്രചരണത്തിന് ഇരയായ പ്രവാചക പത്നി ആരാണ്?
ആയിഷ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ, മൈമൂന റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ. ഉത്തരം ആയിഷ റളിയല്ലാഹു അൻഹയാണ് അപവാദ പ്രചരണത്തിന് ഇരയായ പ്രവാചക പത്നി. 13. ബുദ്ധിശാലിയുടെ നാവ് അയാളുടെ ഹൃദയത്തിന് പിറകിലായിരിക്കും. ആരാണ് ഇത് പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു അൻഹ, ഉമർ റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസരി, ഹാത്തിമുൽ അസമ്മ്. ഉത്തരം സി, ഹസനുൽ ബസരി. ഹസനുൽ ബസരിയുടെ വാക്കുകളാണിത്. 14. ആഴമേറിയ കൂട്ടുകെട്ടുകളെ പോലും തകർത്തെറിയാനും സമൂഹത്തെ കലഹത്തിലേക്ക് നയിക്കാനും കഴിവുള്ള അവയവമാണ് കണ്ണ്, നാവ്, ചെവി, കൈ. ഉത്തരം ബി, നാവ്. 15. മനുഷ്യ, ഞാനൊരു പുതിയ സൃഷ്ടി, നിന്റെ കർമ്മത്തിൻ്റെ സാക്ഷി, അതിനാൽ എന്നെ പ്രയോജനപ്പെടുത്തുക. ഇത് ആരുടെ വാക്കുകളാണിത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ, ഇമാം ഹസനുൽ ബസരി. ഉത്തരം ഡി, ഇമാം ഹസനുൽ ബസരി. 16. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 അനുഗ്രഹങ്ങളിൽ ധാരാളം ആളുകൾ വഞ്ചിതരാണ്. ഒന്ന് ആരോഗ്യമാണ്, മറ്റേത് ഏതാണ്? സമ്പത്ത്, വിജ്ഞാനം, ഒഴിവ് സമയം, നമസ്കാരം. ഉത്തരം സി, ഒഴിവ് സമയം. ആരോഗ്യവും ഒഴിവ് സമയവും. 17. അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളെപ്പോലെ തുരുതുര സംസാരിക്കുന്ന ആളായിരുന്നില്ല. ആരാണ് ഇത് പറഞ്ഞത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, അസ്മാ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു. ഉത്തരം ആയിഷ റളിയല്ലാഹു അൻഹ. 18. ഖദഫ് എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? ചീത്ത പറയൽ, സത്യം പറയൽ, യുദ്ധം ചെയ്യൽ, അപവാദം പ്രചരിപ്പിക്കൽ. ഉത്തരം ഡി, അപവാദം പ്രചരിപ്പിക്കൽ. ഖദഫ്, അപവാദം പ്രചരിപ്പിക്കൽ. 19. വതവല്ല യൗമസ്സഹഫ് എന്നതിൻ്റെ അർത്ഥത്തിൽ പെട്ടതാണ് യുദ്ധവേളയിൽ പിന്തിരിഞ്ഞോടൽ, മാരണം ചെയ്യുന്നത് അതിക്രമമാണ്, അള്ളാഹു പവിത്രമാക്കിയ ദേഹത്തെ വധിക്കൽ, അപവാദം പ്രചരിപ്പിക്കൽ. ഉത്തരം എ, യുദ്ധവേളയിൽ പിന്തിരിഞ്ഞോടൽ. അത്തവല്ല യൗമുസ്സഹഫ്. 20. ഇസ്ലാമിക സമൂഹത്തിലെ നേതാവ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായി മറ്റുള്ളവരുമായി കൂടിയാലോചിക്കുന്ന സംവിധാനമാണ് ഇഹ്സാൻ, ഇത്തിബാ, ശൂറ, ഇത്വാഅത്ത്. ഉത്തരം സി, ശൂറ. ശൂറ എന്നാൽ കൂടിയാലോചന എന്നാണ് അർത്ഥം. യോജിച്ചത് ചേർത്തെഴുതുക. പാർട്ട് എ, ശബാബക ഖബ്ല ഹറമിക്, വഖഫുൽ അദ, വദാലിക അളഅഫുൽ ഈമാൻ, വഅഖലുർ റിബ. പാർട്ട് ബി, അതാണ് ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥ. പലിശ ഭക്ഷിക്കൽ, നിന്റെ വാർദ്ധക്യത്തിന് മുമ്പ് നിന്റെ ആരോഗ്യം, ശല്യം ഒഴിവാക്കൽ. ശബാബക ഖബ്ല ഹറമിക, നിന്റെ വാർദ്ധക്യത്തിന് മുമ്പ് നിന്റെ ആരോഗ്യം. വഖഫുൽ അദ, ശല്യം ഒഴിവാക്കൽ. വദാലിക അളഅഫുൽ ഈമാൻ, അതാണ് ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥ. വഅഖലുർ റിബ, പലിശ ഭക്ഷിക്കൽ. ഹദീസ് വാക്യങ്ങളുടെ അർത്ഥമെഴുതുക. 25. മൻ റഅ മിൻകും മുൻകറൻ ഫൽയഗയ്യിറുഹു ബിയദിഹി. ഉത്തരം, ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ തൻ്റെ കൈകൊണ്ട് അതിനെ തടയട്ടെ. 26. വഫറാഗക ഖബ്ല ശുഗ്ലിക്. ഉത്തരം, നിന്റെ ജോലി തിരക്കിനു മുമ്പ് നിന്റെ ഒഴിവ് സമയം.
27 തഗുദ്ദു ഹിമാസൻ വ തറൂഹു ബിത്വാന. ഉത്തരം: അവ പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി പുറപ്പെടുന്നു, വൈകുന്നേരം നിറഞ്ഞ വയറുമായി മടങ്ങുന്നു. 28 യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ. ഉത്തരം: അല്ലാഹു ഇഹത്തിലും പരത്തിലും അവൻ്റെ പ്രയാസങ്ങൾ അവന് എളുപ്പമാക്കും. 2-3 വാക്യത്തിൽ ഉത്തരമെഴുതുക. 29 കുടുംബ ബന്ധങ്ങൾ നിലനിർത്താൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ഉത്തരം: കുടുംബക്കാരെ സന്ദർശിച്ച് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, കുടുംബക്കാരിൽ പ്രയാസപ്പെടുന്നവരെ സഹായിക്കുക, കുടുംബക്കാർക്കിടയിൽ വിട്ടുവീഴ്ച, പരസഹായ മനസ്സ്, സ്വഭാവശുദ്ധി, നല്ല പെരുമാറ്റം എന്നിവ കാത്തു സൂക്ഷിക്കുക. ഇവ ഉണ്ടായാൽ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുവാൻ സാധിക്കും. 30 നമസ്കാരത്തിൽ നേതൃത്വത്തിന് ഏറ്റവും അർഹതയുള്ളത് ആർക്കാണ്? ഉത്തരം: കൂട്ടത്തിൽ ഖുർആൻ അധികം മനഃപ്പാഠമുള്ളയാളാണ് ഇമാമായി നിൽക്കാൻ അർഹതയുള്ളത്. സ്ഥിരമായി നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ചുമതലപ്പെടുത്തിയ വ്യക്തിയുണ്ടായിരിക്കെ അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ മറ്റൊരാൾ ഇമാമായി നിൽക്കാൻ പാടില്ല. കുറിപ്പെഴുതുക. 31 വഴിയുടെ അവകാശങ്ങൾ. ഉത്തരം: വഴിയുടെ അവകാശങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 1 കണ്ണുകൾ താഴ്ത്തുക അഥവാ നോട്ടം നിയന്ത്രിക്കുക. അനാവശ്യ കാര്യങ്ങളിൽ കാണാനിടയായാൽ കണ്ണ് നിയന്ത്രിക്കണം. അന്യ സ്ത്രീകളെ കാണാൻ ഇടയായാൽ നോട്ടം താഴ്ത്തണമെന്ന് ഖുർആനും നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 ശല്യം ഒഴിവാക്കുക. യാത്രക്കാരെ ദ്രോഹിക്കുക, വഴികൾ വൃത്തികേടാക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. 3 സലാം മടക്കുക. വഴിയോരത്ത് ഇരിക്കുമ്പോൾ ആരെങ്കിലും സലാം പറഞ്ഞാൽ അത് മടക്കണം. 4 നന്മ കൽപ്പിക്കുക. സമൂഹത്തിൽ ഏത് സമയത്തും നന്മ സ്ഥാപിക്കൽ വിശ്വാസിയുടെ കടമയിൽപ്പെട്ടതാണ്. 5 തിന്മ വിരോധിക്കുക. വഴിയോരത്തിരിക്കുമ്പോൾ തിന്മ കണ്ടാൽ വിശ്വാസി അത് തടയണം.